പണി നിർത്തി പോവായോ അപ്പമാരെ? കത്തുണ്ടെങ്കിൽ വീട്ടിൽ കൊടുത്തിട്ട് പോയാ മതി. ആശക്കുട്ടിയുടെ ഗുളിയെ വാങ്ങി ഞാൻ വീട്ടിലെത്താ ഉച്ചവഴി. ആ CS നായർക്ക് ഒരു ലോഡ് കടലാസ് വരുന്നുണ്ടല്ലോ ദിവസവും. എന്താ മൂപ്പരുടെ ഏർപ്പാട്? ചെറിയച്ഛൻ എന്തൊക്കെയോ. അതാ വാസന്തി. വാസന്തി, ആശക്കുട്ടിയുടെ ഗുളിക ഇവിടെ വെക്കുന്നില്ല. ഇപ്പൊ പുതിയ നിയമമുണ്ടത്രേ. ഞാൻ സൈക്കിളെടുത്ത് കൂറ്റിനായിട്ട് പോയി നോക്കണമെന്ന് പറയാം ചെറിയമ്മേട്. ആ ഇത് അച്ഛനുള്ളതാ. ഭാസ്കര, അരു മൂലം ചേർത്ത് വിടറാ. നീ എന്താ കാട്ടണേ? നിങ്ങളിത് കേട്ടോ? ഈ മോനെ ഞാനെടുത്ത് കുപ്പയിലിടും ഒരു ദിവസം. അതുവരെ ഉണ്ടാവും. ഷാൻ കമ്പനിയുടെ ലെറ്റർ വന്നു. വാസന്തി പറഞ്ഞില്ലേ അച്ഛന് ബോംബെന്ന് കത്ത് വന്നത്? അതിന് ഞാനെന്ത് വേണം? നിങ്ങൾ ഇതിൽ കൊട്ടിപ്പാടിയിരിക്കണം, വേറെന്ത് ചെയ്യാൻ? നിന്റെ ആങ്ങളുടെ കാര്യം എനിക്കെന്തറിയാൻ? ടൈപ്പിസ്റ്റ് ആയിരുന്ന ഏതോ ചട്ടക്കാരിയെ കല്യാണം കഴിച്ച് ബോംബെയിലാണെന്ന കഥ തന്നെ ഞാൻ അറിയുന്നത് എത്രയോ കഴിഞ്ഞിട്ടാ. കല്യാണാലോചന നടക്കുന്ന കാലത്ത് അതാരും പറഞ്ഞിട്ടില്ലല്ലോ. ഓ, അതറിഞ്ഞ അന്ന് നിങ്ങൾ വേണ്ടാന്ന് വെക്കും തോന്നും വർത്താനം കേട്ട. കോലോ തടിച്ചുകളിയായിരുന്നു നിങ്ങളുടെ അമ്മയുടെ അമ്മയ്ക്ക്. അതാരും ഞങ്ങളോട് ഒന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോഴോ? ജോലി പോയി. പിന്നെ മാധവൻകുട്ടി കുടിച്ചു കുടിച്ചു മരിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്റെ ചില ബോംബെ ഫ്രണ്ട്സിന് ആളെ അറിയാമെന്നും പറയാറുണ്ട്. ഞാൻ സ്പെൻസറിലുള്ള കാലത്ത്. ഏട്ടൻ എവിടേക്കോ എത്തേണ്ട ആളായിരുന്നു. ഈ തറവാടിന്റെ സുഹൃതക്ഷ എന്നല്ലാണ്ട് എന്താ പറയാ? ഏട്ടനെ നശിപ്പിച്ചതായ അമ്മയാണ്. അമ്മേ, കുട്ടിമാമയുടെ മകക്ക് എന്ത് പ്രായമുണ്ട്? മരിക്കുമ്പോ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ആർക്കപ്പൊ കൃത്യമായിട്ട് അറിയാ? നോക്കട്ടെ, 65. 66 ഞാൻ ബോംബെ വെറുതെ കണക്ക് കൂട്ടി ബുദ്ധിമാനാവാൻ നോക്കണ്ട, പറഞ്ഞേക്കാം. മാധവേട്ടന്റെ കുട്ടി ഉണ്ടായിരുന്നോ ഇല്ലെന്ന് നമുക്കറിയില്ല. അറിയാതെങ്ങനെ? മിറാണ്ട എന്നായിരുന്നല്ലേ അമ്മേ പേര് തന്നെ? റെക്കാർഡും പ്രകാരം കുട്ടിയുണ്ടോന്ന് അറിയില്ലാന്ന്. റെക്കാർഡുമേലായിരിക്കും ഇനിയിപ്പൊ കളി. ഏതോ ചട്ടക്കാരിയെ വെച്ചോണ്ടിരുന്നേ കേട്ടിട്ടുള്ളൂ. കേട്ടുകഴിഞ്ഞ റെക്കാർഡല്ല. പഴയ BA-കാരനെന്ന് പറഞ്ഞ് നടന്നാ മതി. ഇതിലൊക്കെയാ ബുദ്ധി വേണ്ടത്. നീ എന്തിനാ എന്നോട് ചന്ദ്രകാശം എടുക്കണ ഭാർഗവി? അച്ഛന്റെ കാലശേഷം എനിക്കും എന്റെ കുട്ടികൾക്കും അവകാശപ്പെട്ടതാ ഇപ്പൊ ഉള്ളതൊക്കെ. മാധവേട്ടന്റെ അവകാശം ചോദിക്കാൻ ആ പെണ്ണ് വരുന്നെങ്കിലോ? ഓ, അങ്ങനൊരു അത്യാവത്തുണ്ടല്ലേ? അതാലോചിച്ചില്ല. 3-1 പോവുക. കുറച്ചൊന്നും അല്ല. അതാലോചിച്ചിട്ടുണ്ടോ? 3-1 ശരിക്കും നേർപകുതി. അപ്പേട്ടനൊന്നുമില്ലേ? മരിച്ച ഏട്ടത്തിയുടെ മകനും അവകാശമില്ലേ പറയും പോലെ? ഓ, അപ്പല്ലേ? അവന് വേറിട്ടൊന്നും വേണ്ടാന്നേ. ഏട്ടത്തി മരിച്ച പിന്നെ അവനെ നോക്കിയതാരാ? അവൻ കണക്കി വെക്കാനൊന്നും പോണില്ല. എന്റെ കൂടെ നിന്നോളൂ. ചെറിയമ്മേ, നീ എവിടെയായിരുന്നല്ലോ എത്ര നേരം? മരുന്ന് കിട്ടിയില്ലേ? പാടത്ത് 10 രൂപ പണിക്ക്. ഇനി മുതൽ 2 ഷീറ്റ് വേണം. ഒന്ന് അവര് പീടികയിൽ വെക്കും. ഞാനായതുകൊണ്ട് മാത്രം എന്താന്ന്. അപകടമുള്ള മരുന്നാ, സൂക്ഷിച്ചു വെച്ചോളൂ. മരിച്ച നമ്മുടെ കുട്ടിമാമയെ കണ്ട ഓർമ്മയുണ്ടോ അപ്പേട്ടന്? ഒരിക്കൽ വിഷുവിന് എനിക്കൊരു വെള്ളുറുപ്പി തന്നു. മുമ്പാ, ഓർമ്മയുണ്ട്. അമ്മാമ്മയുടെ മകൾ ഇങ്ങോട്ട് വരുന്നുണ്ടത്രേ. മുത്തശ്ശിന് കത്തുണ്ട്. എന്തിന്? നമ്മളെയൊക്കെ കാണാനാണത്രേ. എനിക്കാരെയും കാണണ്ട. ഇതിന്റെ തള്ള കാരണമല്ലേ മുത്തച്ഛൻ കുട്ടിയമ്മയെ ആട്ടി ഇറക്കിയത്. ആദ്യം മോള് വരും, പിന്നെ മോളെ തിരിഞ്ഞ് തള്ള വരും. ഇത് മച്ചിൽ ഭഗവതിയെ കുടിവെച്ച വീടാ. ഇവിടെ ഒരു ക്രിസ്ത്യാനി പെണ്ണും കയറില്ല. അപ്പു പറയുന്നതിലും കാര്യമുണ്ട്. കേട്ടരുത്. ആ അമ്മയുടെ സ്വഭാവത്തെ പറ്റി പലതും ഒന്ന് കേട്ടിരുന്നു. മാധവേട്ടന്റെ മകളാ ഇവളെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. അവകാശ തർക്കത്തിനാ വരുന്നെങ്കിൽ ചോദിക്കേണ്ടത് അതാ. തെളിയിക്കേണ്ട ജോലി അവർക്കും. റെക്കോർഡുണ്ടോ? നീ എക്കാലത്ത് കുറച്ച് ഇംഗ്ലീഷ് കൂടെ പഠിച്ചിരുന്നെങ്കിലോ? ഞാനതാ ആലോചിച്ചത്. ഉവ്, പഠിച്ചവരുടെ സ്ഥിതി ഞാൻ കാണുന്നുണ്ട്. ചില്ലറയില്ല, നാളെ വാ. ശരി. കത്ത് നോക്കിയമ്മേ. നല്ല ഇംഗ്ലീഷോ, നല്ല ഹാൻഡ് റൈറ്റിംഗ്. വേറെ എന്തൊക്കെയാ നല്ലതെന്ന് അന്വേഷിച്ചോ? അച്ഛന്റെ പേരിലൊരു കമ്പി അടിച്ചോളൂ അവിടേക്ക്. മരിച്ച മാധവൻകുട്ടിക്ക് അങ്ങനെ ഒരു മകളുള്ളതായി ഞങ്ങൾക്ക് അറിയില്ലെന്ന്. അത് ശുദ്ധ കളവല്ലേ അമ്മേ? ആ കുട്ടി വെറുതെ ഒരു രസത്തിന് എഴുതാവും. ഇവിടെ തെരഞ്ഞു വരാനൊന്നും പോണില്ല. നീ ആ ഏജൻസി കാര്യം ഒന്ന് അച്ഛനോട്. അയ്യോ ആശക്കുട്ടി, അയ്യോ എന്താ? അയ്യോ, പുറത്ത് നടക്കണ്ടെന്ന് എത്ര പറഞ്ഞാലും കേക്കില്ല. അവളുടെ ഗുളിക കൊടുക്കാൻ മറന്നു അല്ലേ?
കുട്ടിക്ക് സമയത്തിന് മരുന്ന് കൊടുക്കാൻ ഇവിടെ ആർക്കും നേരമില്ല. അച്ഛൻ ഞാൻ മിണ്ടാതെ വെക്കോളിൻ എല്ലാരും. സാരമില്ല. അപ്പേട്ടൻ പറയാറില്ലേ, അസുഖം വരണം തോന്നുമ്പോ ചോറ്റാനിക്കര ഭഗവതി ചോറ്റാനിക്കര ഭഗവതി എന്ന് മനസ്സിൽ 10 പ്രാവശ്യം ജപിക്കണം. ഇന്നത് മറന്നല്ലേ? വാ, പുറത്തു വേണമെങ്കിൽ അപ്പേട്ടൻ കൊണ്ടുവാ. ഭഗവാനെ, ഇനി എന്തൊക്കെ കാണേണ്ടി വരുവാവോ? എന്താ ഈ കേക്കണേ? അമ്മായിയമ്മ വരണുണ്ടാവോ? വിരുന്നുകാര് ചിലർ വരണമെന്ന് കേട്ടു. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഇല്ലായ്മ കൊണ്ട് പണിക്ക് വരണമെന്നേ ഉള്ളൂ. കണ്ട നസ്രാണിയുടെ മാപ്പിളയുടെ എച്ചിലെടുക്കാനൊന്നും പാറക്കുട്ടിയെ നോക്കണ്ട. ആ ചേച്ചിക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ. ആ, അറിഞ്ഞൂടാ. അപ്പേട്ടാ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് വർത്താനം പറയാ? മുത്തശ്ശി ഇംഗ്ലീഷ് പറയോ? മുത്തച്ഛൻ മുമ്പ് സിംഗപ്പൂരൊക്കെ പോയ ആളല്ലേ, മുറി ഇംഗ്ലീഷൊക്കെ ഒപ്പിക്കും. നമ്മൾ രണ്ടാളുമാണ് കഷ്ടപ്പെടുക ഇവിടെ. പഠിക്കേണ്ട കാലത്ത് കള്ളരാശിത്തരം കാട്ടി സ്കൂളിൽ പോകാണ്ടിരുന്നവനാ ഇവൻ. പിന്നെ എങ്ങനെയാ വിവരം ഉണ്ടാവുക? വാ. അമ്മ ഇംഗ്ലീഷ് പറയോ? ഇംഗ്ലീഷ് മാത്രോ? പരന്ത്രീസും പറയില്ലേ? എല്ലാറ്റിന്റെയും കോൺടാക്ട് സൈസ് പ്രിന്റ് ഇട്ടുള്ളൂ. ആ, മംഗലത്തോടി മംഗലത്തോടി, വേ ഇറങ്ങ, വേ ഇറങ്ങ. You have color rules? നോ കളർ, ഒൺലി ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ടൂറിസ്റ്റാ, 4 ഇംഗ്ലീഷ് പറഞ്ഞ് കൂടെ കൂടിക്കോ മാഷേ. There is a big temple here. അമ്പലം ഞാൻ കാണിച്ചു കൊടുക്കാം പക്ഷേ. ബിഗ് ടെമ്പിൾ ഭഗവതി. കഷ്ടപ്പെടണ്ട. മംഗലത്തെ വീട്ടിലേക്ക് വഴി കാണിച്ചു തരാം. ഞാൻ ആ വഴിക്കാണ്. വരൂ. കണ്ടിട്ട് തനി ശിവ, പക്ഷെ ഭാഷ നമ്മുടെ. അനിലിന്റെ കോളേജിൽ നിന്ന് വല്ലവരും ആവും. സ്വാമി വീടിയുടെ കച്ചവടം ശരിക്കും നടക്കുന്നില്ലടോ കുമാര. ആളുകൾ വെറുതെ പറയില്ലേ. പിന്നെ നിന്റെ കച്ചവടം അഭിവൃദ്ധിപ്പെടെ 5 ഉറുപ്പിയുടെ കതിനോടി വില അല്ലെങ്കിൽ അപ്പൊ നീ എന്നെ എന്ത് കളിച്ച് പറഞ്ഞു? ഉള്ളത് മതി. എക്സൈസ് നോട്ടം വെച്ചിട്ടുണ്ട്, സൂക്ഷിച്ചു. ഇതാണ് വീട്. താങ്ക് യു. ഞാൻ വരട്ടെ. See you. ഹലോ, ഐ എം മിറാൻഡ. യു മസ്റ്റ് ബി വാസന്തി, ഐ എം ഷുവർ. അച്ഛൻ ഇതാണ് കത്തയച്ച ആള്. നന്നായി. ഞാൻ ഇനി എത്ര കാലാന്നറിയില്ല. കണ്ടത് നന്നായി. മലയാളം പറഞ്ഞ മനസ്സിലാവോ? ധാരാളം. മലയാളം പഠിപ്പിക്കാൻ അമ്മയെ ജൂഹൂല് ബാലേട്ടന്റെ വീട്ടിൽ പപ്പ കുറെ കാലം താമസിപ്പിച്ചു. ജൂഹൂല് ബാലേട്ടൻ അറിയില്ലേ? പപ്പയുടെ ഡിസ്റ്റന്റ് കസിൻ. നിങ്ങളുടെ ആരോ ആണ്. മാത്തോട്ടത്തിലെ ബാലൻ. പാവം, അവനും മരിച്ചു. ഇതാണെന്ന് മിറാണ്ട. മുത്തച്ഛനെ പറ്റി ബോംബെക്കാർക്ക് ഇപ്പോഴെന്താ ഒരു വിചാരം വരാൻ? എന്താ പേര്? ആശ. ഏത് ക്ലാസ്സിലാ? അവൾക്ക് നല്ല സുഖമില്ല. ഇടയ്ക്ക് ഒരു അപസ്മാരം പോലെ വരും. ഇപ്പോഴെന്താ ഒരു കുടുംബസ്നേഹം തോന്നാനെന്നാ ഞാൻ ചോദിച്ചത്. 2-3 ദിവസം യാത്ര ചെയ്ത് വരല്ലേ. ഒരു ചായയുടെ വെള്ളം കൊടുക്കാൻ നോക്കാണ്ട് നീ ക്രോസ് വിസ്താരത്ത് നിൽക്ക. ഞാൻ കുളിച്ചോളൂ.
വണ്ടിയിലൊക്കെ ഇരുന്ന് ആകെ മണ്ണും പൊടിയായിട്ടുണ്ടാവും അല്ലേ? പുറത്ത് കുളിമുറിയുണ്ട്. എന്തടിസ്ഥാനത്തിൽ അച്ഛൻ അകത്തേക്ക് അങ്ങോട്ട് കയറ്റണേ? മാധവേട്ടന്റെ മോളാണെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ അങ്ങോട്ട് വിശ്വസിക്കോ? അതിസൂത്രക്കാരിപ്പൊ ഇങ്ങനെ ഓരോ വീട്ടിലും കയറി കൂടി കളവും നടത്തുന്നുണ്ട്. കടലാസിൽ വരുന്ന ഓരോ കേസുകൾ കേട്ടാല് അന്തം വിടും. ഇന്നാള് പന്നിയങ്കരയിൽ മതി. ആ മുഖത്ത് നോക്കി നീ മംഗലത്തെ മാധവൻകുട്ടിയുടെ മോളാണോ എന്ന് തെളിവെടുക്കാൻ നിന്റെ നാവ് പൊന്തോ? ഓ കുറ്റാണാ നീ നിന്റെ ആ കോന്തനും ഗതി പിടിക്കാത്തത്? അച്ഛൻ ഞാൻ ചലിക്കാണ്ട് പോണുണ്ടോ? ചായ നിങ്ങളുണ്ടായി കൊടുത്താ മതി. തന്തയുടെ ഒരു സ്നേഹം കാട്ടില് സൽക്കാരം ഞാനൊന്നും പറയണില്ല. അച്ഛനാണ്. ഇവിടെ അകത്ത് ആരും ചെരുപ്പിടാറില്ല. ഓ സോറി. ഇതില് കുട്ടിമാമയുണ്ട്. ദാ ഫന്നി. പപ്പയുടെ അന്നത്തെ ഹെയർ സ്റ്റൈല് റിയലി ഫന്നി. ഇത് മച്ച. മീനിങ് വാട്ട്? അകത്തെന്താ? ഭഗവതിയെ കുടിവെച്ചിട്ടുണ്ടെന്നാ വിശ്വാസം. കടക്കരുത്. സോറി. എല്ലാം തീണ്ടി നാശാക്കാൻ വന്നാവും. നിനക്ക് ഇത്ര വിവരമില്ലാണ്ടല്ലോ. അപ്പേട്ട ഇത് അറിയാം. കണ്ട മാപ്പിളയ്ക്കും നസ്രാണിക്കും കയറാനുള്ളല്ലേ സ്ഥലം. സോറി. ഐ എം സോറി. മാറണം. ഇനി നമ്പൂതിരെ വിളിച്ചൊന്ന് പുണ്യാൻ തെളിപ്പിക്കണം. ചേച്ചിക്ക് തോർത്തുകൊണ്ട് വേണോ? ഞാൻ കിടക്കണ മുറിയാ. പക്ഷെ ഇന്ന് ചേച്ചി കിടന്നോളൂ. അപ്പേട്ട ഞാൻ അകത്ത് കടന്നില്ല. ചിലർക്ക് വിശ്വാസം ഉണ്ടാവില്ല. എന്തിനാ അന്യജാതിക്കാരെ പറയണേ? ഇവിടെ തന്നെ പലർക്കും വിശ്വാസമില്ല. ഞാൻ കുട്ടിക്കാലത്ത് പപ്പയുടെ കൂടി ക്ഷേത്രത്തിലും പോയിട്ടുണ്ട്. ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല. സ്ത്രീകൾ ആരും അതിനകത്ത് കയറാൻ പാടില്ല. ഭഗവതി എന്ന് പറഞ്ഞ സ്ത്രീയല്ലേ? അതൊക്കെ ചില ആചാരങ്ങളാണ്. ചോറ് കൊണ്ടുവന്ന് തന്ന അമ്മയാണ് മച്ചിനകത്ത്. അത് വിചാരിച്ചാ എനിക്ക് ഇന്നും കോരിത്തരിക്കും. ഓ ഫാന്റാസ്റ്റിക്. റിയലി ഫാന്റാസ്റ്റിക്. പരിഹസിക്കണ്ട. ഞാൻ പരിഹസിച്ചതല്ല. വളരെ മുമ്പ് ഇവിടെ ഒരു സ്ത്രീയും കുട്ടികളും മാത്രമായിരുന്നപ്പോ ഒരു ദിവസം കരിമ്പട്ടിണി. രാത്രി ആരോ വാതിൽ മുട്ടി വിളിക്കുന്ന ശബ്ദം കേട്ടു. ഇതകത്തേക്ക് വെച്ചോളൂ, കുട്ടികൾക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് ഒരു ചെമ്പ് ചോറ്. ആളെ പിന്നെ കണ്ടില്ല. മച്ചിന്റെ വാതിൽ തുറക്കണ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ചോറ് കൊണ്ടുവന്ന് തന്ന അമ്മയാണ് മച്ചിനകത്ത്. നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുന്നു. നോനോ, വിശക്കുന്നവർക്ക് ചോറെത്തിക്കുന്ന ദൈവത്തെ ആരും പ്രാർത്ഥിക്കും. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടതില് ഒന്നും തോന്നണ്ട. മച്ചില് കഴുകലും വിളക്ക് കത്തിക്കലും ഒക്കെ ഞാനാ. ഓ ഒറ്റയ്ക്കാ ബോംബെന്ന് വന്ന്? കുട്ടിയുടെ പഠിപ്പൊക്കെ കഴിഞ്ഞോ? പണിക്ക് പോണുണ്ടോ? ഒന്നും സ്ഥിരമായിട്ടില്ല. 2-3 സ്ഥലത്ത് ജോലി ചെയ്തു. ഷോർട്ട് ടൈം വേക്കൻസീസ്. കുറച്ചു ദിവസത്തെ ഒഴിവില്. ഞങ്ങളുടെ മലയാളം തന്നെ പറയുന്നു വിചാരിച്ചില്ല. പപ്പയ്ക്ക് അത് നിർബന്ധമായിരുന്നു. മമ്മി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും പപ്പ മലയാളത്തിലേ പറയൂ. പാവം പപ്പ. കുട്ടിമാമ വരുന്നു കത്ത് വന്നാൽ എന്റെ ചെറുപ്പകാലത്ത് ഇവിടെ ഉത്സവം പറഞ്ഞ പോലെ ആയിരുന്നു. പിന്നെ അറിയാം, അച്ഛൻ പുറത്താക്കിയ ഇൻസിഡന്റും പപ്പ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ഉണ്ണാ വിളിക്കണോ? ഇവിടെ പച്ചക്കറി മാത്രമേ വെക്കൂ. ഇറച്ചിയും മീനും ഒന്നും പതിവില്ല. ഓ അതിനെന്താ? ഞാനിവിടെ താമസിച്ച എന്നെ കൊണ്ടൊരു ശല്യം അവര് താർക്കും. ഏയ് എന്ത് ശല്യം? ഞാൻ വല്ല തെറ്റും ചെയ്താ മനഃപൂർവ്വമില്ലെന്ന് വിചാരിച്ച് മാപ്പ് തരണം അപ്പേട്ട. വന്ന് കേറിയപ്പോ തന്നെ എന്റെ വക ശകാരം കിട്ടിയല്ലേ? അത് ഒന്നും തോന്നരുത്.